രാധാകൃഷ്ണൻ, ഈ നമ്മൾ അയോധ്യയിലെ ക്ഷേത്രം മാത്രമല്ല പുനർനിർമ്മിച്ചത്, തകർന്നു പോയ ക്ഷേത്രം. നമ്മൾ 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ബക്തിയാവർ ഖിൽജി നശിപ്പിച്ച നളന്ദ സർവകലാശാലയും പുനർനിർമ്മിച്ചു. ഏതാണ്ടൊക്കെ അതിൻ്റെ പഴയ സ്ട്രക്ചർ പോലെ തന്നെ ഈ പുതിയതിൻ്റെയും ഇഷ്ടികയൊക്കെ പുറത്തൊക്കെ ആയിട്ട് ആണത് ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ച അത് മോദി ഉദ്ഘാടനം ചെയ്തു ബീഹാറിൽ. പഴയ നളന്ദ സർവകലാശാലയിൽ നിന്ന് 12 കിലോമീറ്ററേ ദൂരമുള്ളൂ പുതിയ സ്ഥലത്തേക്ക്. 455 ഏക്കറിലാണ്. 455 ഏക്കറിൽ 100 ഏക്കർ ജലാശയം ആണ്, 100 ഏക്കർ പച്ചപ്പുമാണ്. ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കുറേ വിശദാംശങ്ങൾ പറയാം. എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ മാധ്യമങ്ങളിലൊന്നും ഇത് വരുന്നില്ല, കാണുന്നില്ല. ഇതൊക്കെ സാധാരണഗതിയിൽ എഡിറ്റ് പേജിലൊക്കെ വലിയ ലേഖനങ്ങളും ഇല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ ആയിട്ടൊക്കെ ഈ വായനക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യേണ്ടതാണ്. അതെ, അതൊന്നും കണ്ടില്ല. 2006 കലാം ബീഹാറിലെ നിയമസഭ അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിയമസഭയിൽ ഇങ്ങനൊരു സംഗതി, ബോധ്ഗയ നളന്ദ ഇൻഡോ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടൊരു ആശയം വെച്ചിരുന്നു. 2007 ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ഉച്ചകോടി, അതായത് ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ, ഈ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളെ കൂടി കൂട്ടിച്ചേർക്കുക എന്ന് വെച്ചിട്ടാണ് ചെയ്തത്. ഫിലിപ്പീൻസിൽ വെച്ച് ഉച്ചകോടിയിൽ നടന്നതിൽ ഇത് അവതരിപ്പിച്ചു. 2009 ഇതേ ഉച്ചകോടി തായ്ലൻഡിൽ നടന്നപ്പോഴും അവതരിപ്പിച്ചു. 17 രാജ്യങ്ങൾ സഹകരിക്കാമെന്ന് പറഞ്ഞു. 17 രാജ്യങ്ങളുടെ പേര് പറയാം, അതിനധികം സമയം വേണ്ടല്ലോ. ഓസ്ട്രേലിയ, അത് ഈ ബുദ്ധമതം ആയിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രാജ്യങ്ങൾ എന്നുള്ളത് നമുക്ക് തോന്നും. ഭൂട്ടാൻ, ബ്രൂണൈ, ബംഗ്ലാദേശ്, കംബോഡിയ, ദാറുസലാം, ചൈന, ലാവോസ്, മൗറീഷ്യസ്, മ്യാൻമാർ, ന്യൂസിലൻഡ്, പോർച്ചുഗൽ, സിംഗപ്പൂർ, തെക്കൻ കൊറിയ, ശ്രീലങ്ക, തായ്ലൻഡ്, വിയറ്റ്നാം, ഇത്രയും രാജ്യങ്ങൾ സഹകരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ബുധനാഴ്ച നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള സ്കോളേഴ്സും ഉണ്ടായിരുന്നു. 2007 ബീഹാർ നിയമസഭ നളന്ദ ബില്ല് പാസ്സാക്കിയിരുന്നു. 2010 പാർലമെൻറ്റ് ഇത് പാസ്സാക്കിയിരുന്നു. 2013 പ്ലാൻ BV ദോഷി എന്ന് പറഞ്ഞ വലിയ ആർക്കിടെക്റ്റിൻ്റെ വാസ്തുരൂപ എന്ന് പറഞ്ഞ അവരാണ് ഇത് ഡിസൈൻ ചെയ്തത്. 2014 ഈ സർവകലാശാല ഇതുപോലെ പണി തീർന്നില്ലല്ലോ. 2014 താൽക്കാലികമായിട്ട് അവിടെ ഒരു ഹോട്ടലിൻ്റെയൊക്കെ സ്ഥലമൊക്കെ ബീഹാർ സർക്കാർ കൊടുത്തിട്ട് 15 വിദ്യാർത്ഥികളുമായിട്ട് തുടങ്ങി. അമർത്യ സെന്നിലെ ചാൻസലറാക്കി മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ. അമർത്യ സെൻ തിരിച്ചും മൻമോഹൻ സിംഗിൻ്റെ മകൾക്ക് അവിടെ പ്രൊഫസറായിട്ട് ജോലിയൊക്കെ കൊടുത്തു, വലിയ ശമ്പളത്തിൽ. അതെ, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്, ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അതിലാണ് തുടങ്ങിയ 6 അധ്യാപകരും ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഈ പറഞ്ഞ പോലെ അമർത്യ സെൻ ചാൻസലർ, പ്രണബ് മുഖർജി ആദ്യത്തെ വിസിറ്റർ, രാഷ്ട്രപതി ആയിരുന്നു. 2014 മുതൽ 4 ഈ കോഴ്സുകൾ, സ്കൂൾ ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസ്, ഫിലോസഫി ആൻഡ് കമ്പാരിറ്റീവ് റിലീജിയൻ, സ്കൂൾ ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, മാനേജ്മെൻറ്റ്, പിന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പീസ് സ്റ്റഡീസ്. ഇത്രയും കോഴ്സുകളാണ്. 2022 90% പണി തീർന്നിരുന്നു. അപ്പോൾ 800 വിദ്യാർത്ഥികൾ, 150 പേര് രാജ്യാന്തര തലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, 31 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. 7500 പേർക്ക് അവിടെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് ഹുയാൻ സാങ് അങ്ങേരുടെ യാത്രാ വിവരണത്തിൽ ഇതിനെപ്പറ്റി അന്ന്
17ാമത്തെ സെഞ്ചുറിയിലാണ് യാൻസാങ് വരുന്നത്. 10,000 വിദ്യാർത്ഥികളും 2,000 അധ്യാപകരും ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ബുദ്ധമതം മാത്രമൊന്നുമല്ല, വേദം, ഹിന്ദു തത്വചിന്ത, ലോജിക്ക്, ഗ്രാമർ എല്ലാം പഠിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏൽ ഭാഷം വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 12ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബക്തിയാവർ ഖിൽജി വന്നിട്ട് അവിടെ ഈ സന്യാസിമാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തു. അത് കഴിഞ്ഞ് ഈ ലൈബ്രറി മുഴുവൻ നശിപ്പിച്ചു. പക്ഷെ ലൈബ്രറിയുടെ അകത്തോ മറ്റൊരു ഖുറാൻ പഴയത് ഉണ്ട്, അത് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടെടുക്കാനൊക്കെ കളവാണ്, അതൊന്നും കിട്ടിയില്ല. അതൊക്കെ ഞാൻ മുമ്പൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല ചരിത്രത്തിൽ, ഇതൊക്കെ ഇപ്പോൾ കാണുന്നതാണ്. അതിഭീകരമായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സംഗതി ഇന്ത്യയിൽ പാടില്ല എന്നുള്ളതാണ് അന്ന് ചെയ്തത്. എന്തായാലും ഇതൊരു വലിയ ഉയർത്തെഴുന്നേൽപ്പല്ലേ രാമ. അതിനകത്തൊരു കാര്യമുള്ളത്, ഇത് ഇന്ത്യയിൽ മാത്രം നടത്തിയിട്ടുള്ളതല്ല. ഈ ഇസ്ലാം മതത്തിൻ്റെ ഒരു കൊർഡോവയിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു എന്താ ഇപ്പോൾ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഖുറാൻ ആരംഭിക്കുന്ന ടു റീഡ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണ്. വായിക്കുക, ദൈവനാമത്തിൽ വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവനാമത്തിൽ വായിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ അനുഭവിക്കുക, ദൈവനാമത്തിൽ അനുഭവിക്കുക എന്നതായിരിക്കണം. പക്ഷേ ആ ദൈവത്തിന് ഒരു വ്യാഖ്യാനം കൊടുക്കുകയും ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം അനുഭവിക്കണം, എല്ലാം അറിയണം എന്നുള്ള ശാഠ്യം വന്നു. അങ്ങനെ ശാഠ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ അലക്സാണ്ട്രിയ ലൈബ്രറി കത്തിച്ചതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാലയായിരുന്നു അലക്സാണ്ട്രിയ ലൈബ്രറി. ഏതൊക്കെ ഭാഷയിൽ എവിടെയൊക്കെ ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഒരു കോപ്പി അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച് വെച്ചിരുന്നു. അതിനെ തുർക്കിയിലെ സുൽത്താനല്ലേ, അതെ, തുർക്കിയിലെ സുൽത്താൻ അത് നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു ന്യായമുണ്ട്. അത് ഇത് ലോജിക്ക് പഠിപ്പിക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിതാണ് ഡിലമ എന്ന് പറയുന്നൊരു സാധനമാണ്. ഇഫ് ദ ബുക്സ് എഗ്രി വിത്ത് ഖുറാൻ ദേ ആർ സൂപ്പർഫ്ലുവസ്, ആൻഡ് ഇഫ് ദ ബുക്സ് ഡു നോട്ട് എഗ്രി വിത്ത് ഖുറാൻ ദേ ആർ ഡേഞ്ചറസ്. ഫസ്റ്റ് ഇത്. സെക്കൻഡ് പ്രപ്പോസിഷൻ, ബുക്സ് ആർ ഐദർ superfluous or dangerous. So in any way books should be burnt out. ഗ്രന്ഥങ്ങൾ ഖുറാനുമായി യോജിച്ചത് നിൽക്കുന്നതാണെങ്കിൽ പിന്നെ ഖുറാനുണ്ട്, ആ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല. പുസ്തകങ്ങൾ ഖുറാനുമായി യോജിക്കുന്നില്ലെങ്കിൽ അത് അപകടകരമാണ്, അതിനെ നശിപ്പിക്കണം. അപ്പോൾ ഒന്നുകിൽ പുസ്തകങ്ങൾ ആവശ്യമില്ല, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ രണ്ടായാലും ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നശിപ്പിക്കപ്പെടണം. ലോകത്തൊരൊറ്റ പുസ്തകം മാത്രം മതി, അത് ഖുറാൻ മാത്രമായിരിക്കണം, അത് മാത്രം മതി എന്നുള്ള ദുശാഠ്യം, ആ ദുശാഠ്യം തന്നെയാണ് നളന്ദയിലെ ഗ്രന്ഥശാല തകർക്കുന്നതിലും ഇവരുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഇൻബോണായിട്ട് വൈവിധ്യങ്ങൾ അംഗീകരിക്കാൻ സാധ്യമല്ല. ഒരേ ഒരു ദൈവം, ഒരേ ഒരു ടെക്സ്റ്റ്, ഒരേ ഒരു പ്രവാചകൻ, ഒരേ ഒരു ജീവിത രീതി, ഒരേ ഒരു മതസംഹിത എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ളതൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഖുറാനും ഇസ്ലാമും അതുമായി ബന്ധപ്പെട്ട ജീവിത വ്യവസ്ഥകളും അല്ലാത്ത എല്ലാ സാധനങ്ങളെയും നശിപ്പിക്കുക എന്ന രീതിയുടെ ഭാഗമായിട്ടാണ് വൈവിധ്യമാർന്ന ദർശനങ്ങളും ആശയങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സർവകലാശാലയെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇന്നും അറേബ്യൻ രാജ്യങ്ങളിലുള്ള സർവകലാശാലകളിൽ ഈ മറ്റ് മതസംഹിതകൾ പഠിപ്പിക്കുന്നുണ്ടോ? എൻ്റെ അറിവിലില്ല, ഉണ്ടാവില്ല, ഇല്ല. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി, അതാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായിട്ട് ഇസ്ലാമിക ലോകം അംഗീകരിച്ചിരിക്കുന്നത്. ആ സർവകലാശാലയിൽ നിന്നാണ് വിവിധ ഇസ്ലാമിക സംഘങ്ങൾക്കുള്ള പണം പോകുന്നത്. ആകെയുള്ളത് ഹാറൂൺ അൽ റഷീദിൻ്റെ കാലത്ത് ഇവിടുന്ന് കണാദനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഈ അസ്ട്രോണമിയൊക്കെ ചില വികസിപ്പിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്, ഗണിതം അങ്ങനത്തെ ഒക്കെ അതുണ്ട് എന്നുള്ളത്. പക്ഷേ
ഇതല്ലാതെ ലോകത്തിലെ ഈ ആസ്ട്രോണമിയും ബാക്കി കാര്യങ്ങളൊക്കെ മനുഷ്യ ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോൾ ചെറിയ സബ്ജക്ട്സാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് മനുഷ്യജീവിതം എങ്ങനെയാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത് എന്നുള്ളതിനെ പരാമർശിക്കുന്ന പുസ്തകങ്ങൾ തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ. ആ അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലെ വൈവിധ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ പഠിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതില്ല. അതിന് പകരം സയൻസും ടെക്നോളജിയും പഠിപ്പിക്കുന്നുണ്ട്. ആ സയൻസും ടെക്നോളജി ഇപ്പോൾ H2O ഈക്വൽസ് വാട്ടർ അതെല്ലായിടത്തും ഒരുപോലെ കിട്ടും എന്നുള്ളതുകൊണ്ട് അത് പഠിപ്പിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ H2O കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം കിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നില്ല, പഠിപ്പിക്കാൻ താല്പര്യവുമില്ല. മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള പരമമായ അവസ്ഥ ഖുർആൻ പറഞ്ഞു വച്ചിരിക്കുന്നു. ഇനി വേറെ ആർക്കും ഒന്നും പറയാനില്ല എന്നൊരു സിദ്ധാന്തം. ആ സിദ്ധാന്തം ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല, അത് പഠിപ്പിക്കാൻ തയ്യാറല്ല. അതിനൊരു സ്പേസ് ഇല്ല. അതിനൊരു സ്പേസ് ഇല്ലാത്തിടത്തോളം കാലം എല്ലാ പഠന സംവിധാനങ്ങളും പരിമിതമായിരിക്കും. കേരളത്തിലും ഈ ക്രൈസ്തവ പഴയ ഗ്രന്ഥശാലകൾ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, കാലത്തൊക്കെ ധാരാളം നശിപ്പിച്ചിട്ടുണ്ട്. ടിപ്പു, മഹാനായ ടിപ്പു സുൽത്താൻ ഇതൊക്കെ ചെയ്ത് ഈ വൃത്തികേടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഔറംഗസേബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദാരുഷുക്ക് വേണോ ഔറംഗസേബ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം എന്നൊരു ചോദ്യമുണ്ട് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്, പണ്ഡിതന്മാർ. പക്ഷേ ദാരുഷുക്കിനൊന്നും കാര്യമായിട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. ചെയ്തത് മുഴുവൻ ആരാണ്? ഔറംഗസേബാണ്. ഔറംഗസേബ് ഇതൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഔറംഗസേബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകം മതി, അത് ഖുറാനാണ്. ഒരേ ഒരു പ്രവാചകൻ മതി, അത് മുഹമ്മദ് നബിയാണ്. ഒരേ ഒരു മതം മതി, അത് ഇസ്ലാം മതമാണ്. അതേ ഈ പുസ്തകശേഖരവും ലൈബ്രറിയുമൊക്കെ ഹിന്ദുക്കളുടെയോ ബുദ്ധ മതക്കാരുടെയോ ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മതമേ ഉണ്ടാവുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും ധരിച്ചിട്ടുണ്ട്. കാരണം ഇതിനെ ഇല്ലാതെയാക്കാനുള്ള ഏക മാർഗം ഇതാണെന്ന് മോദി ഇന്നലത്തെ പ്രസംഗത്തിൽ വളരെ റിമാർക്കബിളായ ഒരു കാര്യം പറഞ്ഞു. പുസ്തകങ്ങളെ നശിപ്പിക്കാൻ കഴിയൂ, വിജ്ഞാനം നശിപ്പിക്കാൻ കഴിയില്ല എന്ന്. പുസ്തകങ്ങൾ നശിപ്പിച്ചു, പക്ഷേ വിജ്ഞാനം നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വിജ്ഞാനം നശിപ്പിക്കപ്പെടാതിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇന്ത്യയിൽ അധിനിവേശം നടത്തി, എന്നിട്ട് ഹിന്ദു മതത്തിനെ നശിപ്പിക്കാൻ പറ്റിയില്ല. അല്ല, അത് ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ വേദവും ഉപനിഷത്തും ഇതിഹാസവും പുരാണങ്ങളും അടങ്ങുന്ന ഗ്രന്ഥസമുച്ചയങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു പോയാലും ഈശാവാസ്യ ഉപനിഷത്തിലെ 1-ാം മന്ത്രത്തിലെ തെക്തേന ഭുഞ്ചീത എന്ന് പറയുന്ന ആ ഒരു സംജ്ഞ നിലനിന്നാൽ ഈ മഹാസംസ്കാരത്തെ ഈ മഹാസംസ്കാരത്തെ നമുക്ക് പുനരുദ്ധരിക്കാനും പുനരവതരിപ്പിക്കാനും കഴിയും. ആ മഹാസംസ്കാരത്തിൻ്റെ പുനരുദ്ധാരണവും പുനരവതരണവുമാണ് മോദി നിർവഹിച്ചത്. അപ്പം നളന്ദ വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആ സംസ്കാരം? ആ സംസ്കാരം പറയുന്നത് ഒന്നിനെക്കുറിച്ചല്ല. ഇതിനെ നമുക്ക് ഓരോ മനുഷ്യർക്കും അവരവരുടേതായ രീതിയിൽ ഇതിനറിയാനും പറയാനുമുള്ളൊരു അവകാശമുണ്ട്. ആ അവകാശത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ചാർവാകന്മാർക്കും നിലനിൽപ്പുള്ളൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അവർ ദൈവനിന്ദകരാണ്, നിലവിലുള്ള എല്ലാ ആശയങ്ങളെയും എതിർക്കുന്നവരാണ്. അവർ ജീവിതത്തിൻ്റെ ഭൗതികതയിൽ മാത്രം വിശ്വസിക്കുകയും അതിനപ്പുറം ജീവിതമില്ല എന്ന് ശഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്കും സ്പേസ് വേണം എന്ന് പറയുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ പുനരുദ്ധാരണമാണ് നളന്ദയിലുണ്ടായത്. അപ്പോൾ നളന്ദ അതിൻ്റെ ഒരു പൂർവ്വ രൂപത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഒരുമിച്ച് ചേരാൻ കഴിയും. ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ ആശയങ്ങൾ വരുള്ളൂ, പുതിയ ജീവിത സന്ദർഭങ്ങൾ വരുള്ളൂ, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുകയുള്ളൂ, പുതിയ സാഹിത്യം വരികയുള്ളൂ, പുതിയ സംഗീതം വരികയുള്ളൂ. ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്രീഡം വേണം. ആ ഒരു ഫ്രീഡം, അതിനാണ് ഞാൻ അക്കാഡമിക് ഫ്രീഡം എന്ന് പറയുന്നത്. അക്കാഡമിക് ഫ്രീഡം എന്ന് പറഞ്ഞാൽ സമരം ചെയ്തുകൊണ്ട് വൈസ് ചാൻസലറുടെ ചീത്ത വിളിക്കാനുള്ള അവകാശത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന അക്കാഡമിക് ഫ്രീഡം ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജീവിത ദർശനത്തെ അക്കാദമിക്കായിട്ട് അവതരിപ്പിക്കാൻ കഴിയണം. അപ്പോൾ ഒരു കാര്യവും കൂടി അംഗീകരിക്കണം, നിങ്ങൾ പറയുന്നതല്ല ശരി എന്ന് പറയാൻ വേറൊരാൾക്ക് അവകാശമുണ്ട്. ആ അവകാശവും കൂടി സ്ഥാപിക്കപ്പെടണം.
അതുകൊണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് ഈ ജനാധിപത്യത്തിൻ്റെ സംസ്കാരം, ആ ജനാധിപത്യ സംസ്കാരം ഇവിടെ നിന്നതത്രയും വേറെ എങ്ങും നിന്നിട്ടില്ല. ഏറ്റവും വലിയ മഹാചക്രവർത്തിയായിട്ട് ഇരിക്കുന്നു ആര്? മഹാനായ ധൃതരാഷ്ട്രർ. മഹാനായ ധൃതരാഷ്ട്രർ മഹാചക്രവർത്തിയായി ഇരുന്നുകൊണ്ട് രാജ്യം ഭരിക്കുന്ന സമയത്താണ് ജനങ്ങൾ ഈ അരക്കില്ലത്തിലിട്ട് പാണ്ഡവരെ ചുട്ടുകൊന്നു. അതിനുശേഷം കള്ളക്കരച്ചിൽ നടത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ, വ്യാസൻ എഴുതിയിരിക്കുന്നത്, നഗര ഗ്രാമ ചത്വരങ്ങളിൽ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉച്ചത്തിൽ രാജാവിൻ്റെ അധർമ്മത്തിനെതിരെ സംസാരിച്ചു എന്നാണ്. എന്തൊരു മനോഹരമാണ്. അപ്പോൾ രാജാവിനെയും വിമർശിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്ന ഒരു ആ സംസ്കാരത്തിലെ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. അതാണ് നളന്ദയുടെ പുനരുദ്ധാരണത്തിലൂടെ ആ സംസ്കാരത്തിൻ്റെ പുനരുദ്ധാരണം കൂടിയാണ് പ്രഖ്യാപിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.